ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീ. ഇന്നത്തെ ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കൊന്ന് ഒത്തുചേരാറുണ്ട്. പലരും പുറത്തൊക്കെയാണ്. അപ്പോൾ വരുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് കൂടും. അപ്പോൾ എവിടെ പോകുന്ന ഓർത്തപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മഴയല്ലേ ഈ ദിവസങ്ങളിൽ. അപ്പോൾ എവിടെയെങ്കിലും ഒരു മോളിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നടക്കാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ നേരെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ കുണ്ടന്നൂർ ഭാഗത്തൊരു ഗ്രാൻഡ് ഷേക്ക് വേൾഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു അവക്കാഡോ ഷേക്ക് ഗ്രാബ് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ നേരെ ചെന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു 5 o'clock ശേഷം അവർക്ക് പാർക്ക് എൻട്രി ഉള്ളൂ, 5 to 7. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു ബോട്ട് സർവീസ്, നേരെ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താം. എന്നാൽ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ബോട്ടിന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 6 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പോൾ ബോട്ടിന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ബോട്ടിൽ കയറി ഫോർട്ട് കൊച്ചി ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കണം ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക്. ഓട്ടോ വിളിക്കുകയാണ് എപ്പോഴും നല്ലത്. ഞങ്ങൾ വർത്താനം പറഞ്ഞ് നടന്നത് അറിഞ്ഞില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല ദൂരം നടക്കണമെന്ന്. ക്ഷീണം തീർക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ചൊരു ഓട്ടോ പിടിച്ചു. ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ ബോട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തി. അവിടെ നിന്ന് വണ്ടി എടുത്തു. പിന്നെ എവിടെ പോകുമെന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് കൂത്താട്ടുകുളത്തുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ എല്ലാവരോടും ഒരു ലോങ് ഡ്രൈവ്, ഒരു 1.5 മണിക്കൂർ കൂടുതൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. ഹരിദ്വാർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല, വെജ് മതി എന്ന് പറഞ്ഞു. നോമ്പൊന്നും ഇല്ലാത്ത ആകെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും ഹസ്ബൻഡും. ബട്ട് സ്റ്റിൽ നമ്മൾ വെജിറ്റേറിയനിൽ തന്നെ കയറി. എന്നിട്ട് വെജിറ്റേറിയനിൽ കയറി നമ്മൾ നല്ല മസാല ദോശ, അവിടെയുള്ള മെയിൻ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തു കേട്ടോ. പനീർ ബിരിയാണി, ഒരു പനീർ മഞ്ചൂരിയൻ, വെജ് ഫ്രൈഡ് റൈസ്, അങ്ങനെ മെനുവിൽ കണ്ട എല്ലാ ഐറ്റവും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്തെന്നുള്ള കാര്യം. ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്, ഭയങ്കര നീറ്റാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കായിട്ട് കിട്ടിയതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുൾ ഫുഡൊക്കെ ആസ്വദിച്ച് കുറേ നാളത്തെ കഥയും തമാശയൊക്കെ പറഞ്ഞ് ശരിക്കും ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്കും ഓരോരോ ഫുഡായിട്ട് നമ്മുടെ എത്തിത്തുടങ്ങി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയാണ്. രതീഷ് പിന്നെ എവിടെ പോയാലും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ ഓരോന്ന് ഓർഡർ ചെയ്തു. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, ഒരു ചില്ലി പൊറോട്ട. പക്ഷേ ഇത് ഒരു പ്രത്യേക സ്റ്റൈൽ, നമുക്ക് നോർമൽ ഹോട്ടലിൽ കിട്ടുന്ന പോലെയല്ല, വേറൊരു ഫ്രൈഡ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കിഴി പൊറോട്ട ഓർഡർ ചെയ്തു. അത് രസമായിരുന്നു വന്നപ്പോൾ കാണാനും, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഹരിദ്വാർ ഹോട്ടലിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ആ കിഴി പൊറോട്ട. അതിൻ്റെ അകത്ത് നല്ല പനീറും മഷ്റൂംസും ഒക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചു. ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും കോഫി കുടിക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര പതിവാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ശീലമുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിൽറ്റർ കോഫി, കുറച്ച് മധുരം കുറച്ച് നല്ല കടുപ്പത്തിൽ കുടിക്കാനായിട്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ചുറ്റി നടന്ന് കണ്ടു. ഇവരെല്ലാം വീണ്ടും ഇരുന്ന് വർത്താനം പറയുകയാണ്. ഫുൾ നല്ല ആംബിയൻസ് ആണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല പാർക്കിങ്ങും സൗകര്യമുണ്ട്. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവുമല്ല, അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റാണ്. പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ ഏകദേശം അടയ്ക്കണ വരെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. ഫ്രണ്ടിൻ്റെ പപ്പയും അമ്മയൊക്കെ കണ്ടു. അവരുടെ കൂടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ തിരിച്ച് എല്ലാവരും ഓരോരോ വീട്ടിലേക്ക്. അങ്ങനെ ഒരു ഡേ ശരിക്കും അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. നിങ്ങളിപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങും ഒരു ഡേ സ്പെൻഡിനൊക്കെ പോകാറുണ്ടോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബൈ.